വീഡിയോ കാണുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കാലത്ത് ഇന്ത്യയിലെ റോഡുകളിൽ ഓടിക്കൊണ്ടിരുന്ന ഒരുപാട് കാറുകൾക്കിടയിൽ എളുപ്പത്തിൽ തിരിച്ചറിയാവുന്നതായിരുന്നു ഷെവ്രലെ. അതിന്റെ അതുല്യമായ ഡിസൈനും ശക്തിയുമാണ് പലരെയും ആകർഷിച്ചത്. ഷെവ്രലെ എന്ന പേര് മാത്രം കേട്ടാൽ പോലും ചിലർക്കെത്ര സന്തോഷം തന്നിരുന്നു. എന്നാൽ ഇന്ന് പുതിയ ഷെവ്രലെ കാറുകൾ ഇന്ത്യയിലെ ഷോറൂമുകളിൽ കാണാനാകുന്നില്ല. കാരണം 2018 ഷെവ്രലെയുടെ മാതൃകമ്പനിയായ ജനറൽ മോട്ടോഴ്സ് ഇന്ത്യ വിട്ടു. എന്നിരുന്നാലും ഇക്കാലത്ത് വീണ്ടും ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. ആളുകൾ വീണ്ടും ആ ആഗ്രഹം തുറന്നു പറയുകയാണ്. ഷെവ്രലെ തിരിച്ചെത്തുമോ? അതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോവാം. 1990കളുടെ അവസാനം ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ രംഗം വിദേശ കമ്പനികൾക്ക് തുറന്നു കൊടുക്കപ്പെട്ടപ്പോൾ അമേരിക്കയിലെ ഒട്ടനവധി വലിയ കമ്പനികൾക്ക് ഇത് വലിയ അവസരമായി. ആ അവസരം മുതലെടുത്ത് 2003 ഷെവ്രലെ ഇന്ത്യയിലെത്തുന്നു. ആദ്യ ദിനങ്ങളിൽ തന്നെ അവരുടെ കാറുകൾ വിപണിയിൽ വലിയ സ്വീകാര്യത നേടി. ഷെവ്രലെയുടെ ഓപ്ട്ര, അവിയോ, ബീറ്റ്, ടവേര, ക്യാപ്റ്റിവ എന്നീ മോഡലുകൾ വളരെ ജനപ്രിയമായി. അതിൽ പ്രത്യേകിച്ചും ഷെവ്രലെ ക്രൂസ് അതിന്റെ ശക്തമായ എഞ്ചിൻ പെർഫോമൻസും സ്റ്റൈലിഷ് രൂപകൽപ്പനയും കൊണ്ട് പവർ സിഡാൻ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെട്ടു. എന്നാൽ ഈ വിജയം അധികകാലം നീണ്ടുനിന്നില്ല. 2010കളുടെ തുടക്കത്തിൽ ഇന്ത്യയിലെ കാർ വിപണി വൻ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. മാരുതി, ഹ്യുണ്ടായ്, ടൊയോട്ട, ഫോർഡ് തുടങ്ങിയ ബ്രാൻഡുകൾ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടുമ്പോൾ ഷെവ്രലെ അപ്രത്യക്ഷമായി തുടങ്ങി. നിരവധി പ്രശ്നങ്ങളാണ് ജിഎമ്മിന് ഇന്ത്യയിൽ നേരിടേണ്ടതായി വന്നു. പുതിയ മോഡലുകളുടെ കുറവാണ് ഒരു പ്രധാന പ്രശ്നം. പഴയ മോഡലുകൾക്ക് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ് ഉപഭോക്താക്കളെ പിടിച്ചു നിർത്താൻ കഴിയാത്തത്. പിന്നെ കാറുകളുടെ പരിപാലന ചെലവ് മറ്റു ബ്രാൻഡുകളേക്കാൾ കൂടുതലായിരുന്നു. സ്പെയർ പാർട്ടുകൾക്ക് വില കൂടുതലായതും ഉപഭോക്താക്കളെ വിഷമപ്പെടുത്തി. സേവന കേന്ദ്രങ്ങളുടെ കുറവും വലിയൊരു പ്രശ്നമായി. മാരുതി പോലെയുള്ള ബ്രാൻഡുകൾക്ക് രാജ്യത്തെ അതുല്യമായ സേവന ശൃംഖല ഉണ്ടാകുമ്പോൾ ഷെവ്രലെ അതിലേക്ക് എത്തിയില്ല. ഇതൊക്കെയുള്ളപ്പോൾ ഇന്ത്യയിലെ ഡീസൽ കാറുകളുടെ വിൽപ്പന കുറഞ്ഞുവന്നു. പരിസ്ഥിതി നിയമങ്ങൾ കർശനമായതും മാർക്കറ്റിന്റെ ദിശ മാറിയതും ജിഎമ്മിന്റെ തിരിച്ചടി ആകുകയായിരുന്നു. ഒടുവിൽ 2017 ജിഎം ഇന്ത്യയിൽ നിന്നും വിൽപ്പന അവസാനിപ്പിച്ചു. 2018 ഔദ്യോഗികമായി കമ്പനി ഇന്ത്യ വിട്ടു. ഒരു കാലത്ത് റോഡുകൾ ഭരിച്ചിരുന്ന ബ്രാൻഡ് ഒരു ഓർമ്മയായി മാത്രം മാറി. എന്നാൽ ഈ കഥ ഇങ്ങനെ തന്നെ അവസാനിക്കുമോ? ഇപ്പോൾ വീണ്ടും ചർച്ചകളുണ്ട്. ജിഎം ഇലക്ട്രിക് കാറുകളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വളരെയധികം സാധ്യതയുള്ളതുകൊണ്ട് ജിഎം തിരിച്ചെത്താൻ ആലോചിച്ചേക്കും എന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചില അഭ്യൂഹങ്ങൾ അനുസരിച്ച് ബോട്ട് പോലുള്ള ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുമെന്നുമുണ്ട്. എന്നാൽ ഇതുവരെ ജനറൽ മോട്ടോഴ്സ് ഔദ്യോഗികമായി തിരിച്ചുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി എങ്കിൽ എന്താണ് ഭാവി? ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണി വളരുന്നത് തുടർന്നാൽ ജിഎമ്മിന് വീണ്ടും ഇന്ത്യയിലെത്താൻ കാരണമാകാം. 2025ഓടെ അവരുടെ തിരിച്ചുവരവിനായി സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.